ഒന്നടക്കം പറഞ്ഞ സംഗതി ഇന്ത്യയിലെ ഒരു സൂപ്പർ സ്റ്റാറും ഈ ചിത്രം ചെയ്യില്ല എന്നുള്ളത്. സ്പോയിലറിലായി തന്നെയാണെങ്കിൽ സ്പോയിലർ ഉള്ളതുകൊണ്ട് അതിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നേരെ മറിച്ച് സാങ്കേതികവുമായിട്ട് ഇന്ത്യയിലെ മെയിൻ സ്ട്രീമിലെ പല ആക്ടേഴ്സും അഭിനയിക്കാത്ത സമയത്ത് തന്നെ മമ്മൂക്ക അഭിനയിക്കും. അത് വേറൊരു വിഷയം. അപ്പം ഇന്ത്യയിലെ ഒട്ടുമിക്ക സൂപ്പർ സ്റ്റാർസും ചെയ്യാത്ത അതിലേക്ക് കടക്കുന്നില്ല. അപ്പം ഇന്ത്യയിലെ ഒട്ടുമിക്ക സൂപ്പർ സ്റ്റാറും ചെയ്യാത്ത പല സംഗതിയും എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മെഗാസ്റ്റാർ ചെയ്യുന്നത്? അങ്ങനെ സൂപ്പർ സ്റ്റാറുകൾക്ക് ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യാൻ പാടില്ല എന്നില്ലല്ലോ. ഓരോരുത്തർക്ക് അവരവർ ഞാനും മെഗാസ്റ്റാറാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളുമല്ല. എനിക്ക് ഇപ്പോഴും കഥാപാത്രങ്ങളോടുള്ള ആർത്തി അവസാനിച്ചിട്ടില്ല. ഈ കാതൽ പോലെയുള്ള സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഞാൻ പേരൻപെന്ന് പറഞ്ഞ സിനിമയിലെ അവസാന രംഗം ഞാൻ വിവാഹം കഴിക്കുന്നത് ആരെയാണ് നിങ്ങൾ ഓർത്തു നോക്കിയത്. അപ്പം അതും ഇതിനു മുമ്പും അങ്ങനെയാണ്, ഇതിനു മുമ്പത്തെ കഥാപാത്രങ്ങളും അങ്ങനെയാണ്. ഞാൻ നടനാകാൻ ആഗ്രഹിച്ച ആളാണ്, ഇപ്പോഴും ആ ആഗ്രഹം കൊണ്ടു നടക്കുന്ന ആളാണ്. ഇതുവരെ പൂർത്തിയായിട്ടുണ്ട്. ജയറാമിനുമായിട്ടുള്ള വ്യക്തിബന്ധം എന്ന് പറയുന്നത്, ജയറാം സിനിമ നടനാകുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിൽ സുഹൃത്തിൻ്റെ വീട്ടിൽ താമസിച്ച് രാവിലെ എന്നെ വന്ന് കണ്ട് ഫോട്ടോ എടുത്താളെ ഇവിടെ പങ്കാളിത്ത. അതുപോലെ അപ്പോൾ ജയറാമിനോട് അന്ന് പോലെ നമുക്കറിയാവുന്നില്ല ബന്ധം. സിനിമയിൽ വന്നതിനൊക്കെ വളരെ സന്തോഷം ഉണ്ടായിരുന്നു അന്നൊക്കെ. പിന്നെന്താ ഇന്നലേക്ക് വിജയുടെ കൂടെയുള്ള ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു മെഡ്രാസിൽ. അപ്പോൾ പടം ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ വിജയ് ഓടി വന്നിട്ട് ചോദിച്ചാൽ ഇതിൽ മമ്മൂട്ടി സാർ എടുക്കാനാ? അപ്പടിയാ? അങ്ങനെയാണ് എനിക്ക് ഇമ്മീഡിയറ്റ് സിനിമയാണ് എന്താ മൂവ് ചെയ്തിട്ടുള്ളതെന്ന് കാണാൻ വേണ്ടിയിട്ട്. അത് ഇത്ര ഡിഫറെൻ്റ് ആയിട്ട് ഓരോ പടങ്ങളും സെലക്ട് ചെയ്ത് അദ്ദേഹം എന്തെങ്കിലും കാരണമുണ്ടാവും ആ ക്യാരക്ടർ എന്താണെന്ന് എനിക്ക് അറിയണമെന്ന് പറഞ്ഞിട്ട് ഈ പടങ്ങളൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. நீங்கள் மமதா சார் வந்து ரொம்ப கிரவுண்டடாக ப்ரெசென்ட் பண்ணியிருக்கீங்க பேரன்பில் இல்லை கூடுதல் எல்லாம். இந்த படத்தில் வந்து ரொம்ப சினிமேட்டிக்காக ஒரு செலிப்ரேட்டடாக ஒரு ஷார்ட்ஸ் எல்லாம் வச்சு ஸ்டைலைஸாக பண்ணியிருக்கீங்க. ஸோ அதோட அப்ரோச் எப்படி இருக்குது? சொல்லுங்க. பேரன்பில் குழுவிலும் வந்து ரொம்ப கிரவுண்டடாக சார் ப்ரெசென்ட் பண்ணியிருக்கீங்க. ഓസ്ലറിൽ வந்து ஒரு ஸ்டாரை வந்து ப்ரெசென்ட் பண்ணுற மாதிரி ஒரு செலிப்ரேஷன் இருக்குது. அந்த கூஸ் பம்ப்ஸ் இருக்குது ஒரு அட்ரினாலின். அந்த அந்த செட்டோட டைமை அந்த மொமெண்ட் எப்படி ரீகலெக்ட் பண்ணுறது? அது ஸ்கிரிப்ட் டிமாண்ட் பண்ணுறது தான். அந்த ஸ்கிரிப்டில் அந்த டிமாண்ட் இருக்குது, சாருடைய கேரக்டரைசேஷன் அந்த மாதிரி இருக்குது. ஸோ அதை எக்ஸ்ப்ளோர் பண்ணுறதா. அண்ட் இன்ஃபேக்ட் நீங்கள் பேரண்ட் பார்த்தீங்கன்னா சாரோட கேரக்டரைசேஷன்லாம் எக்ஸ்ப்ளோர் பண்ணுறது. அது எல்லாமே ஸ்கிரிப்டில் கேரக்டரைசேஷன் டிமாண்ட் பண்ணுற விஷயங்கள் தான் அப்படி பண்ணுறது. அண்ட் இன்ஃபேக்ட் நண்பகல் நேரத்து மயக்கம் சாரோட பார்த்தீங்கன்னா கம்ப்ளீட்லி வேறு ஒரு பெர்ஸ்பெக்டிவ் இருப்பாங்க சார். எனக்கே ஃப்ரேமில் பார்க்கும்போது எனக்கு துணிட்டு சார்கிட்ட சொல்லிகிட்டே இருப்பேன். இன்ஃபேக்ட் இந்த இதுலேயுமே நான் சார்கிட்ட போய்ட்டு எக்ஸைட்டாக சொல்லிகிட்டே இருப்பேன். அதனால் இன்னும் கூட இது பண்ண முடியலன்னா சார்கிட்ட ஒரு மேட்சிங் அது எப்படி எங்கே இருக்குன்னு தெரியல. அது நாட் ஒன்லி கேமரா, சாருடைய அந்த உயர்ந்த மாபெரும் அண்ட் இன்னொரு விஷயம் சொல்கிறேன், ஜெயராம் சார் அதே மாதிரி அந்த காம்பினேஷன் சீக்வன்ஸ் எடுத்துகிட்டு இருக்கும்போதெல்லாம் வந்து பார்த்தீங்கன்னா செட்டில் என்னால் ஒவ்வொரு செகண்டும் நான் ஆச்சரியமாகவும் அதை என்ஜாய் பண்ணிகிட்டே இருக்கும். எனக்கு மனசு மைண்டு அந்த விஷயங்கள் அது ரெண்டு பேரும் அவ்வளோ இதுவாக இருக்கும். அதில் அந்த சீக்வன்ஸ் பண்ணும்போது இது எல்லாமே கேரக்டரைசேஷன் சார் ரெண்டு பேருடைய எல்லாம் சேர்ந்து தான். தேங்க்யூ. നമസ്കാരം ചേട്ടാ. ചേട്ടൻ്റെ സിനിമകളെല്ലാം നോക്കുമ്പോൾ തന്നെ ഒരു നിതിൻ മാനുവൽ എന്ന് പറയുമ്പോൾ തന്നെ പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു വക്കാൽ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ അങ്ങനത്തെ ഇതൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അപ്പോൾ മോസറിനെ നോക്കുമ്പോൾ ഒരു ക്രൈം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഇതിനകത്ത് കുറച്ച് വയലൻസ് ഉണ്ടായിരിക്കണം, അതിൽ പ്രേക്ഷകർക്ക് പിടിച്ചിരുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സാധനമുണ്ട്. പക്ഷേ ഓസറിനെ നോക്കുമ്പോൾ അങ്ങനെ ഒരു വയലൻസ് ഇല്ല, വേറൊരു പാറ്റേൺ ആണ് പിടിച്ചിരിക്കുന്നത്. എന്താണ് അങ്ങനെ ഒരു ഇത് പിടിക്കാൻ കാരണം എന്താണ്? ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡലിൽ ക്രൈം ചെയ്യുമ്പോൾ അങ്ങനെ വേറൊരു ട്രാക്ക് നോക്കാൻ കാരണം എന്താണ്? ഇത് ഡോക്ടർ വന്ന് പറയുമ്പോൾ തന്നെ
ഇതൊരു ഇമോഷണൽ കഥയാണ് എൻ്റെ മൊത്തത്തിലുള്ള ഒരു സെറ്റപ്പ്. അപ്പോൾ അഞ്ചാം പാതിരയിൽ നിന്നും മാറി നിൽക്കുന്നു എന്നൊരു കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ ഈ സ്ക്രിപ്റ്റ് ചൂസ് ചെയ്തത്. വേറെ തരത്തിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ട്രെയിലർ വിട്ടപ്പോൾ ഞാൻ അതിനകത്ത് വലിയൊരു കാർഡ് വെച്ചിരുന്നു, ആൻ ഇമോഷണൽ ക്രൈം ഡ്രാമ എന്ന്. അത് മാത്രം ആരും കണ്ടില്ല. ഞാൻ അതിനുശേഷം എല്ലാ പോസ്റ്റിലും ഞാൻ പറയുന്നുണ്ട് ഇമോഷണൽ അഞ്ചാം പാതിര, അത് നമ്മളെല്ലാവരും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാനത് ആവർത്തിക്കുകയാണ്. ഇതൊരു ഇമോഷണൽ ക്രൈം ഡ്രാമയാണ്. ഭൂതകാലം വേട്ടയാടുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്റർ, ഭൂതകാലം ദുരന്തമായി മാറിയ അതിനകത്ത് ഭൂതകാലം വല്ലാതെ തകർത്ത് കളഞ്ഞ ഒരു പ്രതിനായകൻ. പിന്നെ പടത്തിൽ തന്നെ വലിയൊരു ഡയലോഗ് കടമെടുത്താൽ, അനീതിയുടെ കണക്ക് പുസ്തകം തുറന്നു വെച്ച് പകരം ചോദിക്കാൻ ഇറങ്ങുന്നവൻ്റെ മുന്നിൽ തെറ്റുകൾ ഉണ്ടാവില്ല, ശരികൾ മാത്രമേ കാണൂ. ആ പരിപാടിയിലാണ്, അതാണ് ഈ സിനിമ മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു ഇമോഷണൽ ഡ്രാമ സ്പേസ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. അപ്പോൾ അത് ഇന്നലെ ഉച്ചവരെ ഞങ്ങൾക്ക് ടെൻഷനായിരുന്നു. കാരണം വരാൻ പോകുന്ന യൂത്ത് എന്ത് കൺവിക്ഷനോട് കൂടിയാണ്, എന്ത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് വരുന്നതെന്ന് അറിയില്ല. പക്ഷേ ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ പോസ്റ്റ് ഇട്ടതുപോലെ 150-ൽ പരം എക്സ്ട്രാ ഷോസാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കളിച്ചത്. അപ്പോൾ അഞ്ചാം പാതിര ചെയ്തിട്ടുണ്ട്, ആടുകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം അതിൻ്റെ ഏറ്റവും വലിയ വിജയങ്ങളുടെ എനിക്ക് തോന്നുന്നു ഇരട്ടിയിലധികമായിരിക്കും ഇതിൻ്റെ ഫസ്റ്റ് ഡേ ഷെയർ എന്ന് പറയുന്നത്. ചിലപ്പോൾ 3 ഇരട്ടി വരെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്രയും വലിയ ഒരു വിജയത്തിലേക്കാണ് ഇന്നലെ വൈകുന്നേരമായപ്പോഴത്തേക്കും പടം എത്തിയത്. ഇതിൻ്റെ പ്രധാന കാരണം തേനി സാർ പറയുന്ന പോലെ ഇന്ത്യവിൻ മാബെരും നടികൾ, അത് അദ്ദേഹത്തിൻ്റെ ക്യാപ്ഷനാണ്. ആ ക്യാപ്ഷൻ കേട്ട് മിസ്റ്റർ തേനി സാറുണ്ട്. തേനി സാർ ഇടയ്ക്കിടയ്ക്ക് പറയും, അവർ മാബെരും നടികർ താ എന്നിടയ്ക്കിടയ്ക്ക് പറയും. പിന്നെ ഇവരെ ഒരുമിച്ചൊരു സിനിമയിൽ നിങ്ങൾ പറഞ്ഞ പോലെ ചില ഇലക്ട്രിഫൈങ് മൊമെന്റ്സിൽ കണ്ടതിൻ്റെ ഒരു സന്തോഷം അത് പ്രേക്ഷകർക്കുണ്ട്. കാരണം മലയാളികൾക്ക് ജനാമേട്ടൻ ഈ പറഞ്ഞ പോലെ കാനനവാസത്തിന് പോയി എന്ന് പറഞ്ഞ തെലുങ്കിലും തമിഴിൽ മാത്രം നമ്മൾ വിജയ് മഹേഷ് ബാബു എന്നൊക്കെ പറയുള്ളൂ. അത് കണ്ടില്ലേ, അതാണ്. അതെ, അത് വന്നു. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം ജയറാമേട്ടൻ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്നു, അതിൽ മമ്മൂക്ക ഇരിക്കുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു കൗതുകം ആഘോഷിക്കാൻ ഒരുപാട് പ്രേക്ഷകർ എത്തുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇത് ഡോക്ടർ പറഞ്ഞ കഥയിലെ ആ ഡ്രാമ പാർട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ചെയ്യാൻ തീരുമാനിച്ചത്.